നമസ്കാരം. ലിറ്റിൽ തിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നമ്മുടെ തോട്ടങ്ങളിലെല്ലാം കാണുന്ന ഈ സുന്ദരി അട്ടകളുടെ പിറകെ പോയാലോ? കറുത്ത നിറത്തിൽ നല്ല മഞ്ഞ കുത്തുകളോടുകൂടിയ ഇവയാണ് യെല്ലോ സ്പോട്ടഡ് മില്ലിപേഡ്സ്. നമ്മുടെ തേരട്ടകളുടെ വർഗത്തിൽപ്പെട്ട ഒന്നാണ് ഇവയും. സാധാരണ തേരട്ടകളെ പോലെ തന്നെയാണ് ഇവയുടെ പ്രകൃതവും. പക്ഷേ നീളം അല്പം കുറവാണ്. പക്ഷെ ഭയങ്കര സ്പീഡാണ്. കണ്ടോ, കൊമ്പുകൾക്കൊക്കെ നല്ല നീളം. നമ്മുടെ തേരട്ടകളെ പോലെ തന്നെ ഇവയും തൊട്ടാൽ വട്ടത്തിലാകും. ഇതേ കണ്ടോ. പക്ഷേ ഈ അട്ടകളുടെ സൗന്ദര്യം അവയുടെ പ്രവൃത്തിയിലില്ല കേട്ടോ. ഞാൻ ചെടിച്ചട്ടിയിൽ നട്ട ഒരു പയറി ചെടിയാണ് ഇവിടെ കാണുന്നത്. ഇതിൻ്റെ ചോട് മുഴുവനും ഈ അട്ടകൾ അങ്ങ് കയറി ആക്രമിച്ചിരിക്കുക. നമുക്ക് കാണാം അതിൻ്റെ ഇലകളുടെ എല്ലാം താഴെ ഇതിങ്ങനെ ഒതുങ്ങിക്കൂടിയിരിക്കുക മണ്ണിൽ. കണ്ടോ, വട്ടത്തിൽ കിടപ്പുണ്ട്. നമ്മൾ ചെടികളുടെ ചോട്ടിലിട്ട് കൊടുക്കുന്ന ഈ പച്ചില വളങ്ങളും അതുപോലെ പച്ചക്കറിയുടെ അവശിഷ്ടങ്ങളും എല്ലാം അഴുകി വരുമ്പം അതാണ് ഇവയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം. പക്ഷെ അതിനോടൊപ്പം നമ്മുടെ ചെടികളുടെ വേരും തണ്ടും എല്ലാം ഇവ തിന്ന് നശിപ്പിക്കും. നമ്മുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞാൽ ഇവ നമ്മളെ കടിക്കുകയൊന്നുമില്ല, പക്ഷേ ഒരുതരം സ്രവം പുറപ്പെടുവിക്കും. അത് നമ്മുടെ ശരീരത്തിലായാൽ ഭയങ്കര നീറ്റലും ചൊറിച്ചിലും പൊള്ളലും ഒക്കെ നമുക്കുണ്ടാകും. ഈ സ്രവത്തിന് ഭയങ്കര സ്മെല്ലാണ്. ഇത് ശരിക്കും ഹൈഡ്രജൻ സയനൈഡാണ് ഇവ പുറപ്പെടുവിക്കുന്നത്. ഇതിവയുടെ ഒരു പ്രതിരോധ മാർഗമാണ്. ഈ ഹൈഡ്രജൻ സയനൈഡ് പുറപ്പെടുവിക്കുന്നതുകൊണ്ട് ഇവയ്ക്ക് സയനൈഡ് മില്ലിപെഡ്സ് എന്നൊരു പേരുണ്ട്. ഈർപ്പമുള്ള എല്ലാ സ്ഥലത്തും ഇവയുണ്ടാകും. മഴക്കാലം അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, ഇവയങ്ങ് പെട്ടെന്ന് പെറ്റ് പെരുകുക. ഇതിൻ്റെ ഭംഗി കാണുമ്പം നമ്മുടെ കുട്ടികളൊക്കെ ചിലപ്പം തോണ്ടാനൊക്കെ ചെല്ലുമല്ലേ. പക്ഷെ അത് ഭയങ്കര അപകടം. ഉടനെ ഇവ അങ്ങോട്ട് ഈ ഹൈഡ്രജൻ സയനൈഡ് ചീറ്റിക്കുക. ഇത് കണ്ണിലെങ്ങാനും വീണാൽ തീർന്നു. കണ്ണിന് ഭയങ്കര ചൊറിച്ചിലും കണ്ണിനെ നന്നായിട്ട് ബാധിക്കുമെന്നാണ് പറയുന്നത്. പറമ്പിലൊക്കെ ഇവയങ്ങ് ധാരാളം ഉണ്ടാകും. കണ്ടോ, ഇപ്പോൾ മഴ തുടങ്ങിയല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഒന്നും രണ്ടും ഒക്കെ ഉള്ളൂ. പക്ഷെ വളരെ പെട്ടെന്ന് ഇവയുടെ എണ്ണ അങ്ങ് വർദ്ധിക്കും. കഴിഞ്ഞ വർഷം എൻ്റെ പറമ്പിൽ ധാരാളം ഉണ്ടായിരുന്നു. ഒരു കരിവേപ്പ് നട്ടിരുന്നതിൻ്റെ ചോട്ടിൽ ഇങ്ങനെ കട്ട കൂടിയായത് കിടന്നിരുന്നത്. ഇവയെ നശിപ്പിക്കുക അതൊരു പാട് പിടിച്ച പണി തന്നെയാണ്. നമുക്ക് ഓർഗാനിക് പെസ്റ്റിസൈഡ്സൊക്കെ ഉപയോഗിക്കാം. പിന്നെ ഉപ്പ് വെള്ളത്തിൽ പിടിച്ചിടാം. അതുപോലെ വിനാഗിരി കലക്കി തളിക്കാം. ഇതൊക്കെ ചെയ്യാം. പക്ഷെ അതൊക്കെ നമ്മുടെ ചെടികൾക്ക് അത്ര ഗുണകരമല്ല. ഈർപ്പമുള്ള എല്ലായിടത്തും ഇവ എത്തുമല്ലോ. അപ്പോൾ നമുക്ക് ഇവയെ നശിപ്പിക്കാനായിട്ട് ഇവയ്ക്ക് ഇഷ്ടമില്ലാത്തൊരു സ്മെല്ലുണ്ട്. അത് ഈ എസെൻഷ്യൽ ഓയിൽസിൻ്റെ സ്മെല്ലാണ്. ഈ ടീ ട്രീ ഓയിൽ പോലെയുള്ളത്. അത് പക്ഷേ ഭയങ്കര എക്സ്പെൻസീവാണ്. പക്ഷെ നമ്മുടെ വീടുകളിലേക്കൊക്കെ കയറുമ്പോൾ നമുക്ക് അവിടെയൊക്കെ ഇത് കലക്കി തളിക്കാം. കണ്ടോ, ഇതാണ് നമ്മുടെ സാധാരണ തേരട്ട. ഞങ്ങളിവിടെയൊക്കെ ഇതിന് നമ്പൂരി അട്ട എന്ന് പറയും.
ഇട്ടാവട്ടം. നമ്പൂരിയട്ടയും നമ്മുടെ സുന്ദരിയട്ടയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ നോക്കി. തേരട്ടയ്ക്ക് സ്പീഡ് കുറവാണ്, ഇഴഞ്ഞിഴഞ്ഞല്ലേ. പക്ഷേ ഇവയ്ക്ക് ഭയങ്കര സ്പീഡാണ്. ഇതേ കണ്ടോ, ഓവർടേക്ക് ചെയ്തു. നീളവും കുറവാണ്, പക്ഷെ കാലിന് നല്ല നീളം. അതുപോലെ എൻ്റെ കൊമ്പ് കണ്ട, ഇട്ടവരത്ത് നിൽക്കില്ല, സ്പീഡിലോടും. തേരട്ടയെ പോലെ ചുരുണ്ടുകൂടി കിടപ്പുണ്ട്. തേരട്ട വർഗം തന്നെ. നമുക്കൊന്നുകൂടെ അതിനെ അടുത്ത് കാണാം. പക്ഷേ നമുക്ക് ഇവയെ നശിപ്പിക്കേണ്ടതാണ് വളരെ അത്യാവശ്യം. ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ലത് ഹാൻഡ് പിക്കിങ്ങാണ്. നമ്മൾ പതുക്കെ ഇതിനെ എടുത്ത്, വെറും കയ്യിലെടുക്കണ്ട, കയ്യിൽ എന്തെങ്കിലും കയ്യുറയൊക്കെ ഇട്ട് എടുത്ത് സോപ്പ് വെള്ളത്തിലോ ഉപ്പ് വെള്ളത്തിലോ ഒക്കെ ഇട്ട് നമുക്കിതിനെ നശിപ്പിക്കാം. അപ്പോൾ അടുത്ത മഴക്കാലത്തിന് മുമ്പ് നമുക്ക് ഈ അട്ടകളെ പെറുക്കി നശിപ്പിക്കണം. മറ്റെന്ത് തളിക്കുന്നതിനേക്കാളും നല്ലത്, ഏറ്റവും നല്ലത് ഹാൻഡ് പിക്കിംഗ് ആണ്. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.